ബ്ലാസ്റ്റ് മൂവി ഉണ്ട്, നല്ല കിടിലൻ പടം. നമ്മൾ ഈ കാട്ടാളനിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്തത് ആ സാധനം ബ്ലാസ്റ്റ് കറക്റ്റ് കിട്ടി. നിങ്ങളൊരു ആക്ഷൻ മൂവി ലവറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ ഇഷ്ടപ്പെടും, ധൈര്യമായിട്ട് പോവുകയും ചെയ്യാം. ഇതിൻ്റെ സംവിധാനം സുഭാഷ് കേരായ് എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഡെബ്യൂ ആണ് ഇത്. ആക്ച്വലി നമ്മുടെ പ്രദീപ് രംഗനാഥിൻ്റെ കൂടുതലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. ഗംഭീരമായിട്ട് പുള്ളി ഫസ്റ്റ് പടം എന്ന് പറയുന്നതുമില്ല, ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് ഞാൻ ഓർത്തിരുന്നു ഇതൊരു ടിപ്പിക്കൽ നോർമലി തമിഴിൽ വന്നു പോകുന്ന ഒരു പടമൊക്കെ ആയിരിക്കും. കാരണം എനിക്ക് ട്രെയിലർ നോർമൽ ക്ലീഷ ഫൈറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണെന്നൊക്കെ ഓർത്താണ് ഞാൻ പോയത്. ജസ്റ്റ് കണ്ടിരിക്കുക എന്നൊക്കെയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഒരു ഓക്കേഷ് പടം എന്നൊക്കെ ഓർത്തിരുന്നത്. പക്ഷേ കംപ്ലീറ്റ്ലി എൻ്റെ ഇതിനെല്ലാം തെറ്റിച്ചു പടം. കാരണം ഇതിനൊരു പ്രോപ്പർ ഒരു കഥയുണ്ട്, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മെയിൻ സംഭവം. ഒരു പ്രോപ്പർ കഥ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു. സോ ഒരു പ്രോപ്പർ കഥ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് കണക്ട് ആകാൻ പറ്റുവാണെങ്കിൽ, അതിൽ ഓഡിയൻസിന് കണക്ട് ആകാൻ പറ്റുവാണെങ്കിൽ, പിന്നെ അതിനകത്ത് ഇപ്പോൾ എന്തൊക്കെ വന്നാലും, അതായത് ലോജിക്കില്ലായ്മ എന്ത് തേങ്ങ വന്നാലും നമ്മളത് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചിന്തിക്കില്ല, നമ്മളതിനകത്ത് ഇന്നാവും. ആ ഒരു സാധനം ഈ പടത്തിൽ കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റി. ഈ കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം അതായത്, അതായത് അടിയിടി വെടി പോകുക എല്ലാം ഉണ്ട്, പക്ഷേ പ്രോപ്പർ ഒരു സ്റ്റോറി ഇല്ല. ആ ഉള്ള സ്റ്റോറിക്ക് നമുക്കുമായിട്ട് കണക്ഷൻ ഒന്നും തരാനും പറ്റില്ല. പിന്നെ അവിടെ ആര് വന്നിപ്പം ഒരു ഫ്രെയിം ഇപ്പോൾ ഷാരൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, മോഹൻലാൽ, മമ്മൂട്ടി എല്ലാവരും വന്നെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഈ പടത്തിനകത്തുള്ള സ്റ്റോറി കണക്ട് ആകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പടം പിടിക്കില്ല. ആ ഒരു സംഭവമാണ് ഈ ബ്ലാസ്റ്റ്. അതായത് ഈ പടത്തിൽ ഒരു പ്രോപ്പർ സ്റ്റോറി ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞു തരും. ആ ഇത് നമ്മൾ കൺവിൻസ് ആയി, നമ്മൾ ഓക്കെ സെറ്റ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്റ്റായി. പിന്നെ ആ പടത്തിൽ എന്ത് വന്നാലും നമുക്ക് ഈ ലോജിക്കൊന്നും നോക്കി ഈ പടത്തിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. കാരണം ലോജിക്ക് നോക്കിയൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല ഈ പടത്തിൽ പറയുന്നത്. പക്ഷേ നമ്മൾ ഓക്കെ ആയിക്കഴിഞ്ഞാൽ, അതായത് പടത്തിൻ്റെ പ്ലോട്ടുമായിട്ട് നമുക്ക് ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോജിക്കൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇതിനകത്ത് കുറേ ആക്ഷൻ സീൻസ് ഉണ്ട്, ഒരു 6-7 ആക്ഷൻ സീൻസ് ഉണ്ട്, കിടിലാണ്. അതായത് അർജുനാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രത്തിൽ, അർജുൻ സർജ ദ ആക്ഷൻ കിങ്. പിന്നെ അഭിരാമി വരുന്നുണ്ട്, പിന്നെ പ്രീതി മൂന്തം വരുന്നുണ്ട്. അർജുൻ ഏകദേശം 63 വയസ്സെങ്ങാണ്ടായി പുള്ളിക്കാരന്. പുള്ളി ഇപ്പോഴും ചെയ്ത ആക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറയല്ലോ, വെറുതെ പുള്ളിക്ക് ഈ ആക്ഷൻ കിങ് എന്ന് പറഞ്ഞ പേര് ഇട്ടേക്കുന്നത് എന്ത് രസമായിട്ടെന്നറിയാം. അതായത് നമുക്കറിയാം ഈ പ്രായത്തിലുള്ള പല ആക്ടേഴ്സ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക, അവർ ചെയ്യുന്ന ആക്ഷൻ അർജുൻ ചെയ്യുന്ന ആക്ഷനോടെ കാണാം. പിന്നെ പുള്ളി മാർഷൽ ആർട്ടിസ്റ്റ് ഇതെല്ലാമൊക്കെയാണ് ഓട്ടോമാറ്റിക്, ഇതിനകത്തൊരു കരാട്ട മാസ്റ്ററാണ്, പുള്ളിയുടെ ഇതറിയാം. പക്ഷേ പുള്ളിയെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതുണ്ട്, ഒരു കുറേ ഗൂസ്പംസ് മൂവ്മെൻറ്റ്സ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ അറിയാം. മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന് ഈ പടം കണ്ടുകൊണ്ടാണ് ഇത്ര ഇതായത്. കാരണം ഈ കേരളത്തിലാണെങ്കിൽ ഈ പടത്തിന് അതിന് മാത്രമുള്ള തിയേറ്റേഴ്സോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഷോസൊക്കെ അത്യാവശ്യം കയറി വരുന്നുണ്ട്, പല തിയേറ്ററിൽ ഈ പടം ഇടുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു നല്ല, കാരണം ഇത് പിന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടം. ഒരിക്കലും OTT ഒക്കെ വന്നിട്ട് കാണാൻ പോയിക്കേണ്ട ഒരു കാര്യം, ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം കറക്റ്റ് ഒരു തിയേറ്ററിക്കൽ സ്റ്റഫാണ്. പിന്നെ കുറേ കിട്ടില്ല സാധനങ്ങളുണ്ട്, എസ്പെഷ്യലി ഇതിൻ്റെ ഫൈറ്റ് രംഗങ്ങൾ അടിപൊളിയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് രവി വർസൂറാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും കാട്ടാളൻ കണ്ടപ്പോഴും പറഞ്ഞു ഭയങ്കര അരോചകമായി എനിക്ക് മ്യൂസിക് കാട്ടാളിനെ ഫീൽ ചെയ്തു. പക്ഷേ ഇതിനകത്ത് രവി വർസൂർ കറക്റ്റ് മീറ്ററിലാണ് പഠിച്ചേക്കുന്നത്. അതായത് ഈ പടം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ ഒരു സാധനം വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള ഈ മറ്റേ ബേസ് കയറ്റുന്ന പരിപാടി ഒന്നുമില്ല, പ്രോപ്പർ. അത് പുള്ളിയാണെന്ന് തന്നെ പറയുന്നില്ല, കാരണം വൃത്തിക്ക് പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. സോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ കാട്ടാളനും അതേപോലെ ഇതും എല്ലാം ഈ ഡയറക്ടർ ഫസ്റ്റ് പടമാണ് രണ്ടുപേരെ. ഈ ഡയറക്ടറിൻ്റെ ഇതുപോലെ ഇരിക്കും, അതായത് പുള്ളിക്ക് കറക്റ്റ് ആ ക്രൂവിലൊരു കൺട്രോളുണ്ട്. എന്താണ് ക്രൂ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, പ്രോപ്പർ ഐഡിയകളും കാര്യങ്ങളും ഉണ്ട്. പുള്ളിക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ സംഭവം സെറ്റാകും. അതിന് ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഈ പടം. കാരണം 2 പടം ഒരേ മ്യൂസിക് ഡയറക്ടറിൻ്റെയാണ്, പക്ഷേ രണ്ടിനും ചെയ്താക്കുന്ന എക്സിക്യൂഷൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഈ പടത്തിൽ പക്ക ഈ പടം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ പ്രോപ്പർ BGM ആണ് ഇതിനകത്ത് കിട്ടിയേക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു ആക്ഷൻ മൂവിയാണ്. അർജുനെ മാറ്റി നിർത്തി അഭിരാമിക്കും പ്രീതി മൂന്തനൊക്കെ ഇതിനകത്ത് ഫൈറ്റ് സീൻസ് വരുന്നുണ്ട്. അവരെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരിക്കലും ഇതെന്ത് ശോകമാണ് ചെയ്തെന്നൊരു തോന്നൽ വരത്തില്ല, ഗംഭീരമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ടോട്ടലി ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ സ്റ്റോറിയാണ്. അതായത് ആക്ഷൻ മൂവി ആണെങ്കിൽ പോലും ഇതിനൊരു ബേസ് പ്ലോട്ടുണ്ട്, ഒരു നല്ല പ്ലോട്ടുണ്ട്. ആ പ്ലോട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ആക്ഷൻ മൂവി വരുമ്പം കാണും നമുക്ക് തോന്നണം, ഇപ്പോൾ ഒരു ഫൈറ്റ് രംഗം വരുമോ നമുക്കൊന്നും ടിക്കടാ അവനെന്ന് നമുക്ക് തോന്നുമ്പോൾ അടി നടക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ഫീൽ ഇടണം ഒട്ടിക്കണം അവനെന്ന്. ആ ഒരു സാധനം ബിൽഡ് ചെയ്യാൻ പറ്റണം. ഈ കാട്ടാളിനകത്ത് വല്ല പ്രശ്നമാണ്, നമുക്ക് നിർവികാരമായി നമ്മളിങ്ങനെ കണ്ടിരിക്കും, അടിച്ചോ വേണം അടിച്ചില്ല നമുക്കൊന്നുമില്ല, ആ ഒരു ഫീലാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ KGF ആണോ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ സലാർ KGF ഒക്കെ, സലാർ അത്രയില്ല എന്നാൽ പോലും KGFനകത്ത് നമുക്കൊരു ഫീൽ കിട്ടും. ഇപ്പോൾ റോക്കി തട്ടണം തോന്നും, ആ ഒരു ഫീൽ, ഒരു ബിൽഡപ്പ് ഉണ്ട്. ആ ഒരു സാധനം ഇതിനകത്ത് കറക്റ്റായിട്ട് ഒരു പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തോന്നും ഒരു ഫൈറ്റ് നടക്കുന്നതിന് മുമ്പ് ഇവൻ്റെ 2 പൊട്ടിക്കണം. ഫോർ എക്സാമ്പിൾ കത്തി എന്ന് പറഞ്ഞ സിനിമ എങ്ങാണ്ട്,
കത്തി എന്ന് പറഞ്ഞ നമ്മുടെ വിജയുടെ പടത്തിനകത്ത് രംഗമുണ്ട്. അതായത് ഈ പ്രായമുള്ള ആൾക്കാരെ ഇവന്മാർ വന്ന് വീട്ടിൽ വന്നൊന്ന് അടിക്കുമ്പോൾ വിജയ് തിരിച്ച് വരുമ്പോഴത്തേക്കും വിജയുടെ പുറത്ത് എത്താൻ കൈ വെക്കും. ആ സമയത്ത് ഒരു BGM അഞ്ചു പ്ലേസ് ചെയ്യും. അത് കാണുമ്പോൾ നമുക്കങ്ങ് തോന്നും ഒട്ടിക്ക് എണ്ണാന്ന് തോന്നും. ആ ഒരു സാധനം അതാണ് ഇത്. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് രണ്ട് കാര്യം. ഒന്ന് ആ എലിവേഷൻ സീന്, അതുപോലെ ആ പടത്തിനുള്ളൊരു പ്രോപ്പർ കഥ, ഒരു പ്ലോട്ടുണ്ട്. ആ ഒരു പ്ലോട്ട് ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഓഡിയൻസായിട്ട് ഇപ്പം പ്ലോട്ടൊന്നും കണക്ട് ചെയ്യാതെ എന്ത് സംഭവം, ഞാൻ പറഞ്ഞല്ലോ മമ്മൂട്ടിനെ മോഹൻലാലിനെ ആരെ കൊണ്ടുവന്ന് ഒരുമിച്ച് ഇപ്പം പേട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടും അത്ര ഒരു സംഭവം കിട്ടാത്തത് അതിൻ്റെ പ്ലോട്ടിൻ്റെ ഒരു ഇതാണ്. നമുക്കൊരു ഫീൽ കിട്ടുന്നില്ല. പടത്തിന് പ്ലോട്ട് ഇല്ലെന്നല്ല പറഞ്ഞത്, ആ പ്ലോട്ട് നമ്മളോട് അത്രത്തോളം കണക്റ്റ് ആയില്ല. ഈവൺ മേക്കിംഗ് ക്വാളിറ്റി കൊള്ളത്തില്ലെങ്കിലും അത് കൊള്ളത്തില്ലെങ്കിലും ഇത് കൊള്ളത്തില്ലെങ്കിലും പ്ലോട്ട് പ്രോപ്പറായി നമുക്ക് കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മളെ പടത്ത് ഇന്നായിക്കഴിഞ്ഞാൽ നമ്മൾ ആ ലോകത്തേക്ക് നോക്കണം. ഇപ്പോൾ KGF കാര്യം ലോജിക്ക് നോക്കാൻ പോകാം. ലോജിക്ക് നോക്കിയാൽ എന്തെങ്കിലും നടക്കുമോ? ഇല്ല. കാരണം ഓൾറെഡി നമ്മൾ ഇപ്പോൾ റോക്കി ബായ് എന്ത് ചെയ്താലും നമുക്കത് ഓക്കെയാണ്. കാരണം നമ്മുടെ മനസ്സിലുണ്ട് റോക്കി ബായ് എന്ത് ചെയ്താലും ഓക്കെയാണ്. അല്ലെങ്കിൽ ഇപ്പം ദൃശ്യത്തിൻ്റെ കാര്യം പറയുകയാണ്, ഇപ്പം ജിത്തു ജോസഫ് മോഹൻലാലിന് ജോർജ് കുട്ടി തന്നെ ക്യാരക്ടറിനെ സെറ്റ് ചെയ്ത് വെച്ചാൽ എങ്ങനെയാണ്. പുള്ളി എന്ത് വലിയൊരു 4ാം ക്ലാസ്സുകാരനാണെങ്കിൽ പോലും പുള്ളി എന്ത് വലിയൊരു അമാനുഷിക ചെയ്താൽ പോലും നമുക്കറിയാം പുള്ളി ജോർജ് കുട്ടിയാണ്. ഈസ് എ ക്ലാസിക് ക്രിമിനൽ. നമുക്കൊരു ഐഡിയ ഉണ്ട്. അതുപോലെയാണ് ഈ ബ്ലാസ്റ്റ്. കാരണം നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനൊരു കരാട്ട മാസ്റ്ററാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോറി എന്നാണ് വന്നത്. അതിൻ്റെ ഒരു പ്ലോട്ടുണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. ഇങ്ങർക്ക് ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു സാധനം ഇവർ തരും. ആദ്യം തന്നെ ഈ ഡയറക്ടർ ഗംഭീരമായിട്ട് ആദ്യം തന്നെ ആ സാധനം എക്സിക്യൂട്ട് ചെയ്ത് പ്രോപ്പർലി അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ഇതിൽ പൊക്കോളും. സോ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നാളുകൂടി നല്ലൊരു ആക്ഷൻ മൂവി കാണണം. നിങ്ങളുടെ ആക്ഷൻ ലവറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കാണണം. കിടിലം പടമാണ്. പിന്നെ ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. കാരണം നമ്മൾ OTT ഒക്കെ ഇറങ്ങി പിന്നീട് ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ദഹിക്കാതെയൊക്കെ വരും സ്വാഭാവികമായിട്ട്. അത് ഏറ്റവും ഒരു ഉദാഹരണം. അതായത് നമ്മളൊരു ക്രൗഡിൻ്റെ കൂടെ ചെയ്തൊരു എൻ്റർടൈൻമെൻറ്റ് മൂവി, എക്സ്പെഷ്യലി ഇങ്ങനത്തെ ആക്ഷൻ പടം എൻ്റർടൈൻമെൻറ്റും അങ്ങനത്തെയുള്ള പടങ്ങൾ കാണുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഓഡിയൻസിൻ്റെ ഒരു സാധനം നമുക്കും കിട്ടും. അവിടെ നമ്മൾ എൻജോയ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും, ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കും. അതേ സാധനം നമ്മൾ ഇവരൊന്നുമില്ല വീട്ടിൽ ഒരു മൊബൈൽ ഫോൺ ഇത് കാണുമ്പോൾ നമുക്ക് ചിരി പോലും പറ്റും. നമ്മൾ കണ്ടു പറയും ഇതെന്ത് ചളിയാണ്. അതാണ് തിയേറ്ററിൽ അതായത് തിയേറ്റർ ബിഗ് സ്ക്രീൻ ഡിസർവ് ചെയ്യുന്ന സിനിമകൾ ബിഗ് സ്ക്രീനിൽ തന്നെ കണ്ടാൽ മാത്രം അതിൻ്റെ ഒരു കറക്റ്റ് സാധനം നമുക്ക് കിട്ടുള്ളൂ. എത്രയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഹോം തിയേറ്റർ സെറ്റപ്പ് ആക്കി എത്ര വലിയ TV കണ്ടെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി തിയേറ്റർ ഡിസർവ് ചെയ്യുന്ന സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്നാൽ മാത്രം അതിൻ്റെ സാധനം കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ചിലവർക്ക് മറ്റൊരു പല ഒപ്പീനിയൻസും കാണും. ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടാതെ വരും. പക്ഷേ എനിക്ക് ഓപ്പർലി പടം ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പക്ക ആക്ഷൻ മൂവി എന്താണ് ഡിസർവ് ചെയ്യുക, അതിൻ്റെ എല്ലാ കാര്യങ്ങളുണ്ട്. ഒരു ഫാമിലി ഇമോഷണൽ ഉണ്ട്, എല്ലാം ഉണ്ട്, പ്രോപ്പർ സ്റ്റോറി ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, കംപ്ലീറ്റ് പാക്ഡ് ആയിട്ടൊരു പടം. എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഈ പടം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് ഇറ്റ്സ് മീ അഭിജിത്ത്. യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.